ഭയാനകം. കൊള്ളാം. ഇനി കരുണം. പോരാ. വീരം. ബീഭത്സം. രസങ്ങളിൽ രാജനെ കാണിച്ചു തരാം. ശൃംഗാരം. ഇനി ഹാസ്യം. ഇത് കണ്ടോ? അദ്ദേഹം കൊണ്ടുവന്നതാ. കൈതപ്പൂ എനിക്ക് ഇഷ്ടമാണെന്നറിയാം. പഴകുന്തോറും ഇതിന്റെ വാസന കൂടും. എന്നെ കാണാൻ കൂടിയിട്ടാ ഇതൊക്കെ കൊണ്ടുവരുന്നത്. അമ്പിളിയമ്മാവനെ പിടിച്ചു തരാമോന്ന് ചോദിച്ചാലും പുള്ളിക്കാരൻ ആകാശത്തേക്ക് ഏണി വെച്ച് കയറിയെന്നിരിക്കും. എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇനിയും എത്ര പേരുണ്ടെങ്കിലും ഉറങ്ങാത്തവരായിട്ട്? നെൽപ്പുരയിലും കുളക്കടവിലൊക്കെ ആളുകൾ പറയുന്നത് എന്റെ ചെവിയിലും എത്താറുണ്ട്. എന്ത് കേട്ടു എന്നാ? നിന്നെക്കുറിച്ച് പണ്ട് പറഞ്ഞു കേട്ടുള്ളതൊക്കെ തന്നെ. അതിപ്പോഴും ആവർത്തിക്കുന്നെന്ന്. തമ്പി അദ്ദേഹമാണ് എന്നെ ആദ്യം കുതിരസവാരി പഠിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോഴും ഇതുപോലൊരു കുത്തുവാക്ക് ഞാൻ കേട്ടു. അന്നൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞതല്ലാതെ അതെന്താണെന്ന് ഈ നിമിഷവും നീ എന്നോട് പറഞ്ഞിട്ടില്ല. ഓ, എന്റെ 10 വയസ്സിലുണ്ടായ ആ കാര്യമോ? പറയാൻ മനസ്സില്ല. അന്നാണ് ഞാൻ ഋതുമതിയായത്. അന്നാണ് അയാൾ എന്നെ ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത്. ഇതൊക്കെ ഞാൻ അന്നേ പറയുമായിരുന്നു, നേരെ ചോദിച്ചിരുന്നെങ്കിൽ. സുഭദ്രേ, സുഭദ്രേ, വാതിൽ തുറക്കാൻ. ഞാനാ പറയുന്നത്, വാതിൽ തുറക്കാൻ. നീ കരയുന്നു? കുമാരനെ വിളിപ്പിച്ചത് കഴക്കൂട്ടത്ത് പിള്ളയ്ക്ക് അടിയന്തരമായി ഒരു നീട്ടെത്തിക്കാനാണ്. കുമാരൻ തന്നെ ആ ദൗത്യം നിറവേറ്റണമെന്ന് തമ്പിയങ്ങത്തെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു. തമ്പിയങ്ങത്തേക്ക് ഇപ്പൊ എന്നോട് നമ്പിക്ക് കുമാരൻ കിട്ടതാൻ പോലിരിക്കും അല്ലേ? അത് അഭിഷാം വരണോ? സുഭദ്രയുടെ പുരുഷനാച്ചേ. രാജ്യകാര്യത്തിൽ ഏർപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. മുഖത്ത് വന്ന മഹാലക്ഷ്മിയെ തൂത്തുകളയരുത്. ഇത് രാജ്യകാര്യമെന്ന് കരുതണ്ട. തമ്പിയങ്ങത്തോട് കാട്ടുന്ന ഒരു മര്യാദ. അദ്ദേഹത്തിന് ഇഷ്ടം തോന്നിയാൽ കീഴ്മേൽ നോക്കുന്ന പ്രകൃതമില്ല. അനിഷ്ടം തോന്നിയാലും അത് തന്നെ.
கழக்கூட்டத்துக்கு போறதுக்காக குமாரனையே ஏன் வைக்கணும்? தம்பியங்கத்தை ஒண்ணுமே காணாத தீர்மானம் பண்ற ஆள் இல்ல. இன்னொருத்தர் കാണാടതും പെരിയവർ കാണുവാങ്ക. അതെ, അത് തന്നെ എന്റെ പേടിയും. അർഹതയില്ലാത്തതിന് കിട്ടുന്ന ഈ അംഗീകാരം തീക്കനൽ പോലെ കൈരണ്ട് നീട്ടി ഞാൻ വാങ്ങാം. അയ്യോ 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 പരമൻ, എന്താ കുറ്റം? തേങ്ങാ മോഷണം. എത്ര കട്ടു? 100ഓളം. 101. 101. ഒരു കൽപ്പന തെരിയപ്പെടുത്താനുണ്ട്. ശിക്ഷ നിർത്തിവെക്കണമെന്ന് മഹാരാജാവ് തിരുമനസ് കൽപ്പിച്ചുത്തരവായിരിക്കുന്നു. മാത്രമല്ല, പ്രജകളെ ശിക്ഷിക്കുന്നതിൽ നാട്ടുപ്രമാണിമാർക്കുള്ള അവകാശം മേലിൽ ഉണ്ടായിരിക്കുന്നതല്ല. നീട്ടുമാളിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വന്നിട്ട് ഒത്തിരി നേരമായോ? ഞാൻ കരുതി ഇന്ന് വരില്ലാന്ന്. ഈ നേരത്ത് നീ എവിടെ നിന്ന് വരുന്നു? അമ്മാവന്റെ വീട്ടില്. തോറ്റ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ ആശ്വസിപ്പിക്കാൻ? ഇനി എന്നാ ചെമ്പഴന്തിയിലേക്കോ പന്നിച്ചിലേക്കോ വെങ്ങാനൂരേക്കോ ഞാൻ പോകണ്ടേ? എനിക്ക് സൗകര്യം ഉണ്ടാക്കി തരാൻ നിങ്ങൾ ഒരിടത്തും പോകണമെന്നില്ല. തൊട്ടു പോകരുത്. സുഭദ്ര, 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 எங்க போயிட்டா? வாமா, எங்க இருக்க? எப்ப வந்தீங்க? ஏன் திடீர்னு வந்தாச்சு? கொடவன் மாளிகையில் இருந்து சுபத்ராவை திடீர்னு காணோம். இங்க இருந்தா கொடுத்துருங்க. இன்னைக்கு தம்பி அங்கத்தோட பிறந்த நாள். சுபத்ராவுக்கு கொடுக்கறதுக்காக வச்சிருந்த சம்மானம் தாங்க. നിന്റെ അന്നത്തേരൊരു പിറന്നാ സമ്മാനം ഇനി ഇവിടെ കണ്ടുപോയ രണ്ടിനെ കൊന്നുകളയും. அங்கத்துக்கு நான் சுபத்ராவோட இஷ்டம். அதுக்கு போய் என்ன அதுக்கு கொல்லணும்? അച്ഛനെ വൈദ്യരും കൈയൊഴിഞ്ഞു. ഇനി ഏറിയാൽ ഒരാഴ്ച. തിരുമനസ് കണ്ണടയ്ക്കുമ്പോ നമ്മളെല്ലാവരും അടുത്ത് വേണം. പള്ളിയടക്കത്തിന് മുമ്പ് കിരീടം ആ തലയിലിരിക്കണം. ഇതാണ് മാങ്കോയ്ക്കൽ കുറുപ്പിന്റെ മാളിക. ഈ ആറ് കടക്കാൻ അത്ര എളുപ്പമല്ല. കടക്കാതെ എത്താനും കഴിയില്ല. നാളെ കഴിഞ്ഞ് മാർത്താണ്ഡവർമ്മ കുറുപ്പിന്റെ മാളികയിൽ ചെല്ലും. സഹായം തേടി.
കുറുപ്പിന്റെ ശേഖരത്തിൽ ആൾക്കാരെത്ര? ഒരു 100-150 പേർ വരും. ഇന്നലെ കിട്ടിയവരാണ്. വേൽക്കാരെത്ര? വാളേന്തിയവരെത്ര? മറ്റായുധങ്ങൾ? എന്തായാലെന്താ, എന്ത് കുന്തം വേണമെങ്കിലും പറ്റിട്ട്. കുറുപ്പിനെ കണ്ടിട്ട് അയാൾ ഭൂതപ്പാണ്ടിയിലേക്ക് തിരിക്കും, ഇടഞ്ഞു നിൽക്കുന്ന മധുരപ്പട ഒതുക്കാൻ. വരാനും പോകാനും ആ കണ്ട കാട്ടുപാതയേ ഉള്ളൂ. കുറുപ്പിന്റെ വീട്ടിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടാൽ നമുക്ക് കാട് വളയാം. ഒന്നുകിൽ വാളിന്റെ അറ്റത്ത്, അല്ലെങ്കിൽ പുലിയുടെ നഖത്തില്. ഇത്രയൊക്കെ രഹസ്യങ്ങൾ കിട്ടിയിട്ടും പറയൂ, നമുക്ക് എന്ത് ചെയ്യാനാകും? പടനീക്കം. നാട്ടുപ്രമാണിമാർക്ക് കൂറി അയച്ചോളൂ. വേണ്ട, ഇതിന് എന്റെ കരക്കാർ മതി. തമ്പ്യത്തെ മാങ്കോയിക്കലേക്ക് ഇദ്ദേഹത്തിന്റെ കരക്കാർ പോയിക്കോട്ടെ. കാട് തിരയുന്നത് എന്റെ നേതൃത്വത്തിലാവാം. വയസ്സ്? ഇനിയും അംഗത്തിന് ബാല്യമുണ്ട്. താങ്കളുടെ പട ആര് നയിക്കും? താൻ വേണ്ട, കളിമിടുക്ക് മാത്രം പോരാ. ചൂണക്കുട്ടിയും ബുദ്ധിശാലിയുമാ ഒരാൾ അംഗത്തിയുടെ കൂട്ടത്തിൽ ഇരിക്ക്. കുമാരൻ.